പരിശ്രമം കൊണ്ട് തീർച്ചയായിട്ടും ഒരു വഴി വെട്ടിത്തെളിച്ചു. ഇന്ന് സജീവ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് എല്ലാവരും കാതോർക്കുന്നൊരു അവസ്ഥ കൈവന്നിട്ടുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ നേടിയെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഇന്നത്തെ ഒരു സജീവ് നായർ എന്ന വ്യക്തിയിലേക്ക് എത്താൻ എത്രത്തോളം പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ഈ അവസ്ഥയിലേക്ക് എത്താൻ സ്വീകരിച്ച വഴി എത്രത്തോളം സുഖകരമായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ച ഒരു പെയിൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ അത്ര എളുപ്പമല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിലപ്പോൾ പെയിൻ, ഈ സർക്കംസ്റ്റാൻസസ് നമുക്ക് പെയിൻ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നമുക്ക് സ്വയം പെയിൻ ഉണ്ടാക്കാമല്ലോ. അത്തരത്തിൽ സ്വയം പെയിൻ ഉണ്ടാക്കുകയും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുമാണ്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് കാര്യവും ചെയ്യുന്നത് രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ ഒരു പെയിൻ അവോയ്ഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു പ്ലഷറിന് വേണ്ടിയാവും. പക്ഷേ എപ്പോഴും പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ ശക്തമായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വിശക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിശപ്പ് എന്ന് പറയുന്നൊരു പെയിനാണ്. വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും രുചിക്കുള്ള സാധനം കിട്ടുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും രണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഒരു പെയിൻ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആരോടും പറയാൻ പറ്റുന്നൊരു കാര്യം ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതെന്നുള്ളതാണ്. കാരണം മജോറിറ്റി, നമ്മളുടെ കേരളത്തിലുള്ള മജോറിറ്റി മലയാളികളെ പോലെ തന്നെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു, മലയാളം മീഡിയം. എക്സെപ്ഷണലായിട്ടുള്ള പ്രത്യേകിച്ച് അങ്ങനത്തെ യാതൊരു ഒരു എബോ ആവറേജ് പെർഫോമൻസോ സ്കൂളിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, കുറച്ച് വളരെ ഷൈ ആയിരുന്നു മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്. അവിടുന്ന് പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഡ്രീം എന്ന് പറയാം. അന്ന് ഡ്രീമൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ഒരു വിഷ്ഫുൾ തിങ്കിങ് എന്നൊക്കെ പറയുന്നതായിരിക്കും കറക്റ്റ്. അതുണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരാളായി മാറുക, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അറിയപ്പെടുന്ന ആളാകുക എന്നുള്ളത്. അതിനുള്ള ട്രാക്കാണ് പലപ്പോഴും പലരുടെയും മുമ്പിലും തെളിയാതെ വരുന്നത്. പിന്നെ അത് തെളിയാതെ വരാനുള്ള കാരണം അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ലെവലിലേക്ക് ഒരാൾക്ക് ഉയരാൻ പറ്റും എന്നുള്ള വിശ്വാസം വരാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ആ ഒരു ട്രാക്കിൽ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്. നോർമലായിട്ടുള്ളൊരു കോളേജ് എഡ്യൂക്കേഷൻ, ആകെ കൂടി ഒരു ചെറിയ ടേണിംഗ് പോയിൻ്റ്, ഒരു ട്വിസ്റ്റ് തന്നു എന്ന് പറയാവുന്ന എൻ്റെ അച്ഛനാണ്. അത് BSc ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്താണ് എന്നോട് ജീവിതത്തിൽ എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛനാണ് ആദ്യമായിട്ട് എന്തുകൊണ്ട് നിനക്ക് MBA കുറിച്ച് ചിന്തിച്ചുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമില്ലായ്മയും മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള അന്ന് MBA കോളേജുകളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു. അത് അദ്ദേഹം വളരെയധികം ഇൻസ്പയർ ചെയ്തു. അത് നിനക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടെങ്കിൽ പോലും ഞാൻ MSc അതിനിടയ്ക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു പീരീഡിൽ MBAക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നവും കൂടെ നടത്തി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് MBAക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടിയാൽ മതി. നമുക്കിത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ അഡ്മിഷൻ വാങ്ങിച്ചത് ഇന്ന് നോക്കും വലിയൊരു കാര്യമായിരിക്കത്തില്ല, പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. സോ MBA നോർമൽ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഞാൻ കുറച്ച് പാഷനേറ്റ് ആയിരുന്നു, അഡ്വർടൈസിങ്ങിൽ കുറച്ച് പാഷനേറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇൻഡെപ്തായിട്ട് കുറച്ച് കൂടുതൽ പഠിച്ചു. ഞാനിപ്പോഴും പല മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ പോയിട്ട് ലെക്ചറൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, പുസ്തകങ്ങൾ എഴുതി വെച്ച് മാത്രമല്ല മാഗസിനുകളിലും പുറത്തുനിന്നുള്ള ലോകത്തുനിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ അത് പല ആൾക്കാരും അതിലേക്ക് എക്സ്പോസ്ഡ് ആവാറില്ല പലപ്പോഴും നോക്കുകയാണെങ്കിൽ. അത്തരത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ അധ്വാനിച്ചു. ഈ നമ്മളുടെ വെക്കേഷൻ ടൈമിലൊക്കെ ബോംബെയിലൊക്കെ പോയി അഡ്വർടൈസിങ് ഏജൻസികളൊക്കെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഇവിടേക്ക് എന്തോ നടക്കുന്നറിയാൻ വേണ്ടി. ചില ആൾക്കാർക്ക് ഇറക്കി വിടും, എന്നാലും നമുക്കൊരു താല്പര്യത്തിൽ നമ്മൾ പോയിട്ട് ഒരു ഇൻക്യൂസിറ്റീവ്നെസ്. അങ്ങനെ MBA കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു കോർപ്പറേറ്റ് ലൈഫ്. എൻ്റെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാണ് ഞാൻ ആദ്യം, സെയിൽസിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് അഡ്വർടൈസിങ്ങിലേക്ക് വന്നു. പിന്നെ ഫാർമ ഇൻഡസ്ട്രി കുറച്ച് നാൾ വർക്ക് ചെയ്തു, പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിൽ. പിന്നീട് ഞാൻ മീഡിയയിലുണ്ടായിരുന്നു. പിന്നീട് ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ. അങ്ങനെ വന്ന സമയത്താണ് പല ആൾക്കാർക്കും ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന പോലെ ഒരു തോന്നൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്ത. അതിനിടയ്ക്ക് എനിക്ക് ഭാഗ്യവശാൽ ദൈവാധീനം കൊണ്ട് എൻ്റെ അതേ തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഭാര്യയെ കൂടെ കിട്ടി. ഈ സാധാരണ ചില ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പെർസെപ്ഷൻ, ജോലിക്കാരനായിരിക്കണം ഭർത്താവ്, അങ്ങനെയൊന്നുള്ള ഒരാളല്ല ബിന്ദു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയാണ് ബിസിനസ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ കയ്യിൽ മുടക്കാൻ കാശോ ഒന്നുമില്ല. ആ സമയത്തൊരു ഐഡിയ മാത്രമേ നമുക്ക്
ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നൊക്കെ ഐഡിയകൾ ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു 13-14 വർഷം മുമ്പ് അത്ര ആൻറ്റർപ്രന്യൂർഷിപ്പിലേക്ക് നമ്മൾ കേരളത്തിൽ അത്രമാത്രം ഒരു ഡ്രൈവ് വരാത്തൊരു കാലമാണ്. സോ ആ സമയത്താണ് ആംവേ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. നോക്കിയപ്പോൾ റിസ്ക് ഒന്നുമില്ല, പണിയെടുക്കാതെ ലോകത്ത് ഒരു രംഗത്തും വിജയിക്കാൻ പറ്റില്ല, പക്ഷേ റിസ്ക് ഒന്നുമില്ല, നമുക്ക് നമ്മളുടെ ജോലിയോടൊപ്പം ചെയ്തു തുടങ്ങാം. അങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് ഞാനെടുത്ത് കാലെടുത്ത് വയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥത്തിലൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെറും ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് മരിക്കാൻ തീർച്ചയായിട്ടും ആർക്കും സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു വഴിയൊന്നും സ്വീകരിക്കാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അറിയപ്പെടാൻ 2 വഴികളുണ്ട്. ഒന്ന് പണം സമ്പാദിച്ച് സമ്പന്നനായി അറിയപ്പെടുക, മറ്റൊന്നെന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന മേഖലയിലൂടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യക്തി വളരുക, അങ്ങനെ അറിയപ്പെടുക. ഇതിൽ ഏതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം ആദ്യകാലത്ത്? ശരിയായി നോക്കുകയാണെങ്കിൽ വിജയിക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്. കാരണം വിജയത്തിൻ്റെ പാരാമീറ്റർ വളരെ ഡിഫറെൻ്റ് ആണല്ലോ, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ അന്നാ ഹസാരെയും വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പണം ഉണ്ടാക്കി വിജയിച്ച ആളല്ല, മറ്റൊരു തരത്തിൽ കൂടെ അദ്ദേഹം വിജയിച്ചു. അതേസമയത്ത് മുകേഷ് അംബാനി വിജയിച്ച ആളാണ്, മഹാത്മാഗാന്ധി വിജയിച്ച ആളാണ്, സച്ചിൻ ടെണ്ടുൽക്കർ വിജയിച്ച ആളാണ്. സോ വിജയിക്കുന്നതിൻ്റെ പാരാമീറ്റർ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക, സമ്പന്നനായി അറിയപ്പെടുക എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ അറിയപ്പെടുന്നവരോട് സമ്പന്നത ഉണ്ടാകുകയാണെങ്കിൽ നല്ലത്, പക്ഷേ സമ്പന്നനായി അറിയപ്പെടുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറുക, ഇതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഭാര്യയോടൊപ്പം ചിന്തിച്ച് എങ്ങനെ ഒരു നല്ല ലക്ഷ്യത്തിലെത്താമെന്ന് ചിന്തിച്ചിട്ടാണ് ആംവയിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറഞ്ഞു. ആംവെ എന്ന പേരിനൊപ്പം ഇപ്പോൾ സജീവ് നായർ എന്ന വ്യക്തിയും വളർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഈ ആംവെ എന്നൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ സജീവ് നായർ എന്ന വ്യക്തി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനൊരു ഹാർഡ് കോർ ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസി എന്ന് ഞാൻ പറയുന്നത് ഒരു ശക്തി, പ്രപഞ്ചത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്നും, ഇപ്പോൾ നമ്മളുടെ തന്നെ കോശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രില്യൺസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും കൺട്രോൾ ചെയ്യുന്ന വേറൊരു ശക്തിയാണല്ലോ. ഇതേ ശക്തി തന്നെ ഭൂമിയെ 6500 km/h അച്ചുകൊണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തിയുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ ഡിസ്കഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സംഭവങ്ങളും, നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉൾപ്പെടെ എല്ലാം ഒരു പ്ലാനിൻ്റെ പാർട്ടാണെന്നുള്ളതാണ്. ഞാൻ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിമിത്തങ്ങളിലും ഈ കോയിൻസിഡൻസിലും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ട്രാക്ക് ഇതാണ് എങ്കിൽ ഇതിൽ തന്നെ വന്നേ പറ്റൂ. അപ്പോൾ ഒരുപക്ഷെ ആംവേ ഇല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ആയിരിക്കാം. പക്ഷേ ഒരു ആൻറ്റർപ്രന്യൂർഷിപ്പിലേക്കും മറ്റുള്ള ആൾക്കാരിൽ പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്കും കടക്കും എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ നിയോഗമായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് RMB, കോണിബോയ് അടക്കമുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് കമ്പനികളുണ്ട്. ഇത്തരം കമ്പനികളുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് അത്ര നല്ല മതിപ്പും ഇല്ല. ഇത്തരം മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകളുടെ ചൂഷണത്തിൻ്റെ പേരിൽ ആ ചൂഷണങ്ങൾ ആംവയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് പല ഫാക്ടറുകളുണ്ട്. ഒന്ന്, മനുഷ്യർ, നമ്മൾ ഇവിടെയുള്ള മലയാളികളോ അല്ലെങ്കിൽ ആൾക്കാർ. 2, ബിസിനസ് രംഗത്തുള്ള ആൾക്കാർ. ഇങ്ങനെ പല സെക്ടറിലെടുത്ത് നോക്കിയാൽ ഇതിനെ ഒരാളെ നമുക്ക് പ്രത്യേകിച്ച് ബ്ലെയിം ചെയ്യാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഇപ്പോൾ നിരവധി കമ്പനികൾ വരുന്നുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും ഫാസ്റ്റ് മണി സ്കീംസാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം, ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീംസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ആംവേ പോലെ എന്നാണ്. കാരണം അതാണ് ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടി അവർ പറയുന്നത് ഞങ്ങൾ ആംവേ 50-52 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, ഞങ്ങളും അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിനൊക്കെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും, ആ കൂടി ഒരു ഡിഫറൻസേ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ അധികം വർക്ക് ചെയ്യണ്ട, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അതിനെയാണ് ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നത്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആൾക്കാർ തന്നെയാണ്. എൻ്റെ അടുത്ത് ഇന്നുവരെ ഒരു ഫാസ്റ്റ് മണി സ്കീംകാർ വന്നിട്ട് ഇന്നുവരെ എനിക്കതിനകത്ത് താല്പര്യം തോന്നിയിട്ടില്ല. കാരണം ഫാസ്റ്റ് മണി ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരാണ് കുറച്ചുകൂടി ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ തന്നെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്കീമുകളും ഇപ്പം ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ എന്തായാലും ഗവൺമെൻറ് അതിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തു. അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളൊക്കെ മേ ബി ഒരു 2-3-4% കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഇത് അവിശ്വസനീയം, 100% റിട്ടേൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെ പഴിചാരണം? ശരിക്കും അതിനകത്ത് പൊതുജനങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, അവർ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പെട്ടെന്ന് കാശുണ്ടാക്കുക, എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി മാറി
ജെനുവിനായിട്ടുള്ള ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലെത്തണം. ഇതിനൊരു പരിധിവരെ നമ്മളുടെ മലയാളികളുടെ നമ്മളുടെ ഒരു എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക സൈക്കുണ്ട് ഇവിടെ. ആ സൈക്കാണ് ഇതിന് പ്രധാന കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വളരെ സപ്രസ്ഡാണ്. സപ്രസ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്, സമ്പത്ത് ഉള്ള ആൾക്കാരൊക്കെ എന്തോ മോശപ്പെട്ട ആൾക്കാരാണ്, സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു പരിപാടിയാണ്. ഇങ്ങനെ കുറേ കൺസെപ്റ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ രണ്ട് സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സ്, ഒരു സ്ത്രീയും പുരുഷനും ഒരു വൈകുന്നേരം ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടാൽ പോലും ഇന്നും ഒരു മലയാളികളുടെ ഉള്ളിൽ അതിനകത്ത് പലതരത്തിലുള്ള കഥകളും ഇൻ്റർപ്രിട്ടേഷൻസും അതിനകത്ത് വന്നു കഴിയും. ഞാൻ നോക്കുമ്പോൾ ഇത് രണ്ടും സപ്രസ്ഡാണ്. എന്ത് കാര്യം സപ്രസ് ചെയ്താലും അത് എക്സ്പ്ലോഡ് ചെയ്യും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളികൾ നോക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമായതുകൊണ്ട് അറിയാത്ത രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരും അറിയാത്ത ഗോപ്യമായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അത് ഫാസ്റ്റ് മണി ആവട്ടെ എന്തെങ്കിലും ആവട്ടെ. നമ്മളുടെ മൊറാലിറ്റിയിലും ഉണ്ടായിട്ടുള്ള ഇഷ്യൂ അത് തന്നെയാണ്. ഈ സപ്രസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫീലിങ്സ് എബൌട്ട് ഓപ്പോസിറ്റ് സെക്സ് ഇത് വന്നിട്ട് ഒരു പത്രം എടുത്ത് നോക്കിയാൽ പെൺവാണിഭം ഇല്ലാത്തൊരു ദിവസമില്ല. 6 വയസ്സും 7 വയസ്സുള്ള പെൺകുട്ടികളെ വരെ പീഡിപ്പിക്കപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വേറെ സ്റ്റേറ്റുകളുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇമ്പാക്റ്റ് വേറൊരിടത്തും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നല്ലതിനെ അകറ്റി നിർത്തുകയും അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോഴെങ്കിലും കടന്നു ചെല്ലാറുള്ള മലയാളിക്ക് ശരിക്കും എവിടെയാണൊരു കുഴപ്പം സംഭവിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ? വിദ്യാഭ്യാസം അതുപോലെ സംസ്കാരമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തുണ്ടാക്കുന്ന എല്ലാവരെയും അടക്കി ആക്ഷേപിക്കുന്നൊരു സമൂഹം തന്നെയുണ്ട് നമുക്കിടയിൽ. എവിടെയാണൊരു കുഴപ്പം? ഒരു ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് എറർ. അത് പ്രൈമറിലി ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അതിനെ ഞാൻ പഴിചാരുക എന്ന് പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും ഇതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയയ്ക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ പ്രത്യേകിച്ചും ദിനപത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഷേധാത്മകമായിട്ടുള്ളൊരു നേച്ചർ, ഒരു പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 75 to 80% ഓൾമോസ്റ്റ് നെഗറ്റീവ് ടോണാണ് അതിനകത്ത് കിടക്കുന്നത്. ഇത് നമ്മളുടെ ഇത്രയും ലിറ്ററസി വളരെ കൂടിയൊരു സ്റ്റേറ്റ് അത്. ഇവിടെ ഒരു ദിവസം മലയാളം പത്രം രാവിലെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രാഥമിക കൃത്യങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അഡിക്റ്റഡാണ് നമ്മൾ മലയാള പത്രങ്ങളോട്. നല്ല കാര്യം, വിവരങ്ങൾ അറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഇത്രയും ഒരുപക്ഷെ ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടായെന്ന് വരത്തില്ല, ഇത്രയും പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആൾക്കാരും ലോകത്തുണ്ടായെന്ന് വരത്തില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന ഫീഡ്, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഹൗസാണ്. എന്താണോ നമ്മൾ അതിനകത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ബ്രെയിൻ ഫീഡ് ചെയ്യും. ആ ഫീഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുള്ള തോട്ട്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള ഫീഡ് തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രമേ പുറത്ത് വരത്തുള്ളൂ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചേഞ്ച് കേരളത്തിൽ ആവശ്യമാണ്, ഇതിനൊരു മാറ്റം വരണമെങ്കിൽ. അല്ലാതെ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒരു മാനുഫാക്ചറിങ് എറോ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതൊന്നുമല്ല. നമ്മൾ ഇൻ്റലക്ച്വലി മറ്റേത് കമ്മ്യൂണിറ്റിയെക്കാളും വളരെ സ്ട്രോങ് ആണ്. നമ്മൾ എവിടെ പോയി നോക്കിയാലും ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് മലയാളികളാണ്. ഏത് വലിയ വലിയ ആൾക്കാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരോ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്മാരെ നോക്കിയാൽ മലയാളികളായിരിക്കും. സോ ആ രീതിയിലൊക്കെ നമ്മൾ വളരെ നല്ല ആൾക്കാരാണ്. പക്ഷേ ഈ പൊതുജനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ മീഡിയയ്ക്ക് ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇതൊരു പോസിറ്റീവായിട്ട് മാറ്റാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ്. ഇന്ന് മീഡിയ വിചാരിച്ചാൽ ഈ മലയാളികളെ മൊത്തം ഉടച്ചു പറക്കാം, ഒറ്റ മാസം മതി. ഞാനെപ്പോഴും പലരോടും പറയാറുള്ള കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ സ്ട്രോക്സും പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസും അങ്ങോട്ട് നമ്മൾ ഇമ്പാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദി ഓൾ തിങ് വിൽ ടേൺ അറൗണ്ട്. അതൊരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലത്തിലാണ് കിടക്കുന്നത്. മീഡിയയിൽ ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ആൾക്കാർക്ക് ആവശ്യം ഇതാണ്, സെൻസേഷൻ നെഗറ്റീവുമാണ് ആവശ്യം, അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കുന്നു. ആൾക്കാർ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്ന മുഴുവൻ ഇതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമാണ്, അല്ലാതെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കേരളത്തിൽ. ആംബയുടെ പ്രവർത്തനങ്ങളിലേക്ക് മാത്രമാണോ ഒരു ജീവിത ലക്ഷ്യം, അതോ സമാന്തരമായിട്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നുണ്ടോ? സമ്പാദ്യത്തിന് വേണ്ടിയോ അതല്ല സേവനത്തിന് വേണ്ടിയോ ഒക്കെ? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ആംബേ എന്ന് പറയുന്ന ഒരു വേ ആണ്, ഒരു വഴിയാണ്. ഒരു ലക്ഷ്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിലൂടെ ഒത്തിരി ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യലായിട്ട് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷനിലൂടെ ആൾക്കാരിലുണ്ടായിട്ടുള്ള ഇൻറ്റഗ്രലായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ തോട്ട് പ്രോസസ്സിലും വരുന്ന മാറ്റം, ഇതെല്ലാം കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നു ഒരു
എന്നെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ട്രാക്കാണിതെന്നുള്ളത് ഒരു സംശയമില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് നമ്മളുടെ പാഷൻ എന്താണോ ആ പാഷനിലേക്ക് നമുക്ക് നടന്നെടുക്കുകയും ചെയ്യാം. പലപ്പോഴും നമ്മളുടെ പാഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കൺസ്ട്രെയിൻസ് കൊണ്ടാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഒരു വശത്തുള്ളപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഫിനാൻഷ്യലായിട്ടത് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ചില മേഖലകളുണ്ടാകും, അതിലേക്ക് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്ക് പ്രധാനമായിട്ടും ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളത് പീപ്പിൾ ട്രാൻസ്ഫോർമേഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ ഡെവലപ്പ് ചെയ്തു. നിരവധി ആൾക്കാർ ഇന്ന് ആ പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ആംവേ കമ്മ്യൂണിറ്റിക്ക് പുറത്താണ് ഞാൻ പറയുന്നത്. അതിൽ ഒത്തിരി ആൾക്കാർ അവർ തന്നെ ബിസിനസ്സുകാരൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റം, അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റം, സ്പിരിച്വലായിട്ട് അവർക്കുണ്ടായിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ സാധാരണ നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് പോലെയാണ്. അപ്പോൾ വളരെ കുറച്ചൊരു ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അതൊരു വലിയൊരു ഓൺലൈൻ പ്രോഗ്രാമായിട്ട് മാറുകയാണ്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഒക്ടോബറിൽ അത് ലോഞ്ച് ചെയ്യപ്പെടും. വലിയൊരു IT കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഗ്ലോബലായിട്ട് അവൈലബിൾ ആവും. സോ അത് ഒരു പീപ്പിൾ ട്രാൻസ്ഫോർമേഷനിൽ ഒരു മേജർ വെഞ്ചറായിരിക്കും. ലൈഫ് കോച്ചിങ് മീഡിയ എന്നുള്ള പേരിലൊരു പോർട്ടൽ തന്നെ അതിൽ വരുന്നുണ്ടാവും. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചൊക്കെ എനിക്ക് എഴുതാനോ അങ്ങനെയുള്ള വാസനകളുള്ള ഒരാളൊന്നും അല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഒരു മാഗസിനിൽ പോലും കുത്തിക്കുറിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ചില ബിസിനസ് പബ്ലിക്കേഷൻസിലെ ചില ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞു, സജീവിൻ്റെ എക്സ്പീരിയൻസുകൾ എഴുത്, കൂടുതൽ തിയറി ഒന്നും എഴുതണ്ട. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനൊരു കോളം എഴുതി തുടങ്ങിയത്. അത് ധനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കോളം എഴുതി തുടങ്ങിയത്. അത് ഒത്തിരി ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു. മെയിൻലി നമ്മൾക്കറിയാവുന്ന നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചു പലതും. പിന്നീട് അതൊരു ബുക്കായിട്ട് വന്നു, വിജയമന്ത്രങ്ങൾ എന്നുള്ള പേരിൽ. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതിയെന്ന് ചോദിച്ചാൽ ഞാൻ പുസ്തകം എഴുതിയില്ല എന്നേ പറയത്തുള്ളൂ. അതങ്ങനെ ആയി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. വിജയമന്ത്രങ്ങൾ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട ബുക്കുകൾ മലയാളം പുസ്തകങ്ങളിൽ ഒന്നായിട്ട് മാറി. പിന്നീട് മനോരമ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ലോകം എന്നുള്ള പേരിലൊരു പുസ്തകം എന്നോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പുസ്തകം എഴുതി എന്ന് പറയാൻ പാടില്ല, കാരണം ഞാൻ ഇക്കാര്യത്തിൽ എൻ്റെ ഗുരുവായിട്ട് കരുതിയിട്ടുള്ളത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. സോ അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല, എഴുതപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്, ഒരു പേന. എഴുതേണ്ട ആൾ മുകളിൽ നമ്മളെ കൊണ്ട് എഴുതിച്ചോളൂ. അത് ഫോർച്യുനേറ്റ്ലി അല്ലെങ്കിൽ കോയിൻസിഡൻ്റ്ലി തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പടേക്കലാം ഉങ്കളുടെ ഉലകത്തെ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് പ്രോജക്റ്റ് ഞാൻ ചെയ്തു. ഇപ്പോൾ അത് ജസ്റ്റ് ഗ്ലോബലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൂ, തഥാസ്തു എന്നുള്ള ബുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിലൂടെ ആൾക്കാരിലെ ടച്ച് ചെയ്യാനായിട്ട് കുറേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് വൈസ് ഇതല്ലാതെ വേറൊരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് നേച്ചർ. പ്രകൃതി എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റാലിറ്റി രംഗത്തൊരു റിസോർട്ട് മൂന്നാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേച്ചർ സോൺ എന്നുള്ള പേരിൽ. പ്യുവർലി നേച്ചർ റിസോർട്ടാണ്. അതിനകത്ത് ട്രീ ഹൗസസും ആഫ്രിക്കൻ സഫാരി ടെൻസും ഒക്കെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളുടെ പല മേഖലകളിൽ താല്പര്യം തോന്നുന്ന മേഖലകളിലൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ തലയിലേക്ക് കടത്തി വിട്ടാൽ നമ്മളിൽ നിന്നും പുറത്തു വരുന്നതും അത് തന്നെ ആയിരിക്കും, അത്തരം പ്രവൃത്തികളായിരിക്കും എന്ന് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സജീവ് നായർ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒരു ടെൻഷൻ സിറ്റുവേഷനെ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലേ? വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായാലും അത് മറുവശത്ത് ഇപ്പോൾ പ്രവർത്തന രംഗത്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോഴെങ്കിലും ശരിക്കുമുള്ള ഒരാളായിട്ട് മാറില്ലേ? അതെ, ഇത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ഒരു ഗുണം എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അതായത് ഈ പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക എന്ന് പറയും. അത് പണ്ട് പോലെ അങ്ങനെ എന്ത് കാര്യം ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ സമയത്ത് വരാമെന്ന് പറഞ്ഞ് വന്നില്ല, ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞ് വന്നില്ല, അപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് ഒറ്റയടിക്ക് വരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്തെങ്കിലും പുള്ളി വന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അല്ലാതെ ഒരിക്കലും എന്നാൽ പിന്നെ അവനെ കണ്ടില്ലല്ലോ, സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ വരത്തുമില്ല, ഇങ്ങനെയുണ്ട് യൂസ്ലെസ്, അങ്ങനത്തെ കോൺസെപ്റ്റ് വരുന്നില്ല. അത് നമ്മൾ പണ്ട് പോലെ അങ്ങനെ അപ്ബ്രിങ്ങി വന്നതുകൊണ്ട് എല്ലാത്തിനും പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നൊരു ശീലം എനിക്കുണ്ടായിപ്പോയി. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അറിയാതെ ഉണ്ടായതാണ്, ഇൻബിൽറ്റാണ്. ചില ആൾക്കാർ, ഞാനത് ട്രെയിനിങ്ങിലൊക്കെ പലരോടും പറയും, ഇത് വളരെ നല്ലൊരു ഹാബിറ്റാന്ന് പറയും, അല്ലെങ്കിൽ നല്ലൊരു ബിഹേവിയറാന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് ഒരു പ്രശ്നമാണല്ലോ, ഇത് ആൾക്കാർ പറ്റിക്കില്ലേ, എല്ലാത്തിനും പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ തുടങ്ങി പറ്റിക്കും. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ചാൽ 10 പേരിൽ ഒരാൾ പറ്റിച്ചെന്ന് വരും, പക്ഷേ 9 പേര് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എക്സ്പീരിയൻസ്. ഒരാളേലും പറ്റിച്ചെന്ന് വരും, അതിപ്പോൾ അല്ലെങ്കിലും പറ്റിക്കും, എത്ര വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞിരുന്നാലും പറ്റിക്കും. സോ അതുകൊണ്ട് ഞാൻ സിറ്റുവേഷൻസ് ആണെങ്കിലും വ്യക്തികളുടെ ബിഹേവിയറിലാണെങ്കിലും ഒക്കെ ഈ പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഇൻബിൽറ്റ് മെക്കാനിസം ഉണ്ട്. കുറച്ചൊക്കെ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നും. കാരണം എന്ത് ചെയ്താലും ഈ മനുഷ്യൻ അപ്പോൾ അതെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ.
പിന്നെ രണ്ട്, ഇതിനെ എന്നെ ബാക്കപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ഓരോ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു, എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എന്നിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്, എവറി സിംഗിൾ തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഹാപ്പൻസ് വിത്ത് എ പ്ലാൻ ആൻഡ് ഓൾവേസ് ദ പ്ലാൻ ഈസ് ഫോർ ഗുഡ്. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. അത് നോർമലി ആ പ്ലാൻ എന്തെങ്കിലും നല്ലൊരു പ്ലാനും ആയിരിക്കും. കാരണം ഈ പറഞ്ഞ അൾട്ടിമേറ്റ് പവർ അറിയാതെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് വേറൊരു, നമ്മളതിന് ഇംഗ്ലീഷിൽ നല്ല മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എവറി അഡ്വേഴ്സിറ്റി ഹാസ് ഗോട്ട് എ ബെറ്റർ ഓർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലൈങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഏത് അഡ്വേഴ്സിറ്റി വരുമ്പോഴും അതിൻ്റെ പിന്നിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. എവറി ക്ലൗഡ് ഹാസ് ഗോട്ട് എ സിൽവർ ലൈനിങ് എന്നൊക്കെ പറയുന്ന പോലെ. അത് സത്യമാണ്. അതെന്തുകൊണ്ടാണ് സത്യമാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ രീതിയിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അഡ്വേഴ്സിറ്റിയോ ഒരു ചാലഞ്ചോ നമ്മുടെ ലൈഫ് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ, ഇതിനേക്കാൾ നല്ല എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്. സോ ലെറ്റ് മീ എക്സ്പ്ലോർ ദാറ്റ്. ഞാൻ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോക്കസ് ചലഞ്ചിൽ നിന്ന് മാറി ഇതിനപ്പുറത്ത് എന്തോ കിടക്കുന്നുള്ളതിലേക്ക് മാറുകയാണ്. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇറ്റ് ഗീവ്സ് യു റിസൾട്ട്. ഇപ്പോൾ അച്ഛൻ വളരെ നല്ല ചിന്തകളുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു പാരമ്പര്യം എന്ന പോലെയാണ് എന്തും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള മനസ്സ് ഈ മകനും കിട്ടിയത്. പക്ഷെ ഒരു പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ഒരാൾ, അത് ഞാൻ ചോദിക്കുന്നത്, പെട്ടെന്ന് ടെൻഷനാവുന്ന കാര്യങ്ങളെ ഒന്നും നേരിടാൻ കഴിയാത്ത ഒരാളിന് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറാൻ അത് സാധ്യമാവുന്നൊരു കാര്യമാണോ? സാധ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനതിനെ സാധാരണ എൻ്റെ ബുക്കിൽ തോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതായത് എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ, നമ്മൾ ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതുമായിട്ടുള്ള എന്ത് കാര്യവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചിന്തയായിട്ടാണ് തോട്ട്സ്. ആ ചിന്തകൾ വാക്കുകളോ പ്രവൃത്തികളോ ആയിട്ട് മാറുക ചെയ്യുക. ഇപ്പം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചിന്ത ഉണ്ടായ ശേഷമാണ് അത് വാക്കായിട്ട് വരുന്നത്. പ്രവൃത്തികളും അതുപോലെ തന്നെയാണ്. ഈ വാക്കുകളും പ്രവൃത്തികളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഹാബിറ്റ് ആവും. ഏത് കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും അത് ഹാബിറ്റ് ആവും. ഏത് ഹാബിറ്റും ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ ബിഹേവിയറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഏത് ബിഹേവിയറും കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറാവും. സ്വഭാവമായി പോയി എന്ന് പറയില്ലേ, അതിൻ്റെ സ്വഭാവമായി പോയി. ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തുള്ളൊരു ജീവിതമാണ് നമ്മളുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉണ്ടാകാൻ പോകുന്നത്. എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടും ബഹളം വെച്ച് നടക്കുന്ന ഒരാളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അവരുടെ ആ ജീവിത സാഹചര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ ജീവിതത്തിന് അടിസ്ഥാനം, ആ ജീവിതത്തിൻ്റെ തലത്തിനെ ബേസ് ചെയ്തുള്ള ചിന്തകളെ നമ്മൾ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു സൈക്കിളാണ്. ആ ചിന്തകളെ ബേസ് ചെയ്തുള്ള വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഹാബിറ്റ്സ് ആവും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബിഹേവിയറായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു ബിഹേവിയറാണ്. അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് വേണമെങ്കിൽ ഒരു സ്വഭാവമായിട്ടും പറയാം, ഒരു ക്യാരക്ടറാണത്. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ ഹാബിറ്റാക്കണമെങ്കിൽ അതെടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇനി അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങോട്ട് മനഃപൂർവ്വം, വളരെ ബലപൂർവ്വമായിട്ട് നമ്മൾ ആ രീതിയിലൊന്നും ചിന്തിച്ചു തുടങ്ങണം. ഏത് കാര്യവും നമ്മുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏത് കാര്യം എടുത്തു വെച്ച് റിപ്പീറ്റ് ചെയ്താലും അത് ഹാബിറ്റായിക്കോളും. നല്ലതെന്നോ ചീത്തയൊന്നും ഇല്ല. സിഗരറ്റ് വലി, നമ്മൾ ജനിച്ചു വീണപ്പോൾ ആരും ചുണ്ടിൽ സിഗരറ്റും വെച്ച് വന്നൊന്നും അല്ലല്ലോ. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ആദ്യമൊക്കെ വലിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. ആദ്യമൊക്കെ ചുമക്കുകയും അതിൻ്റെ കയ്പും ഒക്കെ ബഹളമൊക്കെ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയത്. പക്ഷേ പിന്നെ കുറച്ച് നാൾ ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ റിപ്പീറ്റഡായിട്ട് വലിച്ച് ഇപ്പം വളരെ എക്സ്പേർട്സായി. സിഗരറ്റ് കൊണ്ട് റിങ്സ് ഉണ്ടാക്കുന്നു, കൊമള വിടുന്നു ഒക്കെ. അപ്പോൾ ഏത് ഫീൽഡിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനകത്ത് നമ്മൾ എക്സ്പേർട്ടാവും. അത് ഏത് കാര്യവും, അത് ബിഹേവിയറിലും അതെ. അപ്പം അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും പുതിയൊരു ബിഹേവിയർ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളത്, ഹാബിറ്റാക്കി മാറ്റണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, വി ഹാവ് ടു കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ബിക്കം എ ബിഹേവിയർ.